അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ചിലവഴിക്കുന്ന ആളുകൾ എന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ആളുകൾ നമുക്ക് ചിലവഴിക്കാൻ സാധിക്കണം. നമ്മുടെ സമയത്ത് നമ്മൾ ചിലവഴിച്ചല്ലോ. മിനിയാന്ന് ആ ഒരു രാത്രി സമയത്ത് വന്നതു മുതൽ ഇന്ന് ഉച്ചവരെയുള്ള സമയം ഇതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇവിടെ ഒരുമിച്ചിരിക്കുമെന്ന് നാം തീരുമാനിച്ചിരിക്കുന്നു. നമ്മുടെ ഏറ്റവും ആരോഗ്യമുള്ള ഈ സമയത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതാ ഈ ഒരു പ്രോഫ്കോണിന്റെ വേദിയിൽ ഒരുമിച്ചിരിക്കുമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നാളെ പടച്ച തമ്പുരാന്റെ ഇഷ്ടം ലഭ്യമാകുന്ന, അവന്റെ സ്നേഹം ലഭ്യമാകുന്ന പ്രവർത്തനത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ആരും മറക്കാതിരിക്കുക. നമ്മുടെയൊക്കെ നീയത്തുകൾ ആ രൂപത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തുക കൂടി ചെയ്യേണ്ടതുണ്ട്. ഇനിയോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന്റെ ഉപമ പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുവല്ലോ ഒരു ധാന്യമണിയോട്. ആ ധാന്യമണി 7 കതിരുകളെ ഉൽപ്പാദിപ്പിച്ചു. 7 കതിരുകളിൽ 100 ധാന്യമണികൾ വീതം 700 ഇരട്ടിയായി നിങ്ങൾക്ക് അത് തിരിച്ചു ലഭിക്കുമെന്നാണ് പടച്ച തമ്പുരാന്റെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിച്ചാൽ അത് എത്രയോ ഇരട്ടിയായി നമുക്ക് തിരിച്ചു ലഭിക്കുമെന്നാണ്. മാത്രമല്ല പടച്ച തമ്പുരാൻ ഇച്ഛിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വീണ്ടും വീണ്ടും ഇരട്ടിപ്പിച്ച് നൽകുക കൂടി ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ വചനമോദി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. പരിധി വിട്ട ഏതെങ്കിലും ഗാനമേളകൾക്കോ അനിസ്ലാമിക സദസ്സുകൾക്കോ നൽകി നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ മറുപടി പറയാനാകാത്ത പ്രയാസം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നാം നൽകുന്ന പണം എവിടെ നിന്ന് സമ്പാദിച്ചു എന്ന് ചോദിക്കുന്ന പോലെ ഏതൊരു മാർഗത്തിലാണ് നമ്മൾ ആ പണം ചിലവഴിച്ചത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായ ബോധമുണ്ടാകണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അത് എത്രയോ ഇരട്ടിയായി നമുക്ക് തിരിച്ചു ലഭിക്കുന്നതാണ്. അത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അതേ സമയത്ത് നമ്മുടെ സമയത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ ഈ മാർഗത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ഒരു ആദർശ പ്രബോധനത്തിന്റെ വഴിയിൽ നെടുകെ ഛേദിക്കപ്പെട്ട പ്രവാചകന്മാരുടെ ചരിത്രം നമുക്ക് പറയാനുണ്ടെങ്കിൽ നമുക്കും പറയാനുണ്ടാകണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ആദർശത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് പ്രയാസം അനുഭവിച്ചത്, അല്പം ഉറക്കൊഴിച്ചത്, എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയത്, അള്ളാഹുവിന് വേണ്ടി തന്റെ ശരീരത്തെ നൽകാൻ, ചിലവഴിക്കാൻ സാധിച്ചവരായി നമുക്ക് മാറുവാൻ സാധിക്കണം. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ നമുക്ക്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അറിയില്ലേ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കുവാൻ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവുമായി സംസാരിക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ മക്ക കാലഘട്ടമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അന്നത്തെ പീഡന കഥകൾ, അന്നത്തെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളെ ഓർക്കുവാൻ തയ്യാറായില്ല. അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ നിന്ന് തോർത്ത് താഴെ വീണു. ആ സമയത്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിലേക്ക് നോക്കി കണ്ണീർ വാർത്തുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഖബ്ബാബ്, എന്താണിത്? അങ്ങയുടെ പുറമാകെ കരിഞ്ഞ പാടുകളാണല്ലോ എന്ന്, അങ്ങയുടെ മാംസക്കഷ്ണങ്ങളൊക്കെ കരിഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. എന്ത് സംഭവിച്ചു ഖബ്ബാബ്? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മക്കയിൽ ആ ഒരു സമയത്ത് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ പേരിൽ പടച്ച തമ്പുരാൻ ഏകനാണ്, ഞാൻ അവനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്നുള്ള യഥാർത്ഥമായ ഇസ്ലാമിന്റെ സന്ദേശം സ്വീകരിച്ചതിന്റെ പേരിൽ അനുഭവിച്ചതാണിത് എന്ന്. ഞങ്ങൾക്ക് വേണ്ടി അവർ ഒരുക്കിയ തീക്കനലുകളിൽ ഞങ്ങളെ മലർത്തി കിടത്തി പൊള്ളിച്ചതിന്റെ പാടുകളാണ് ഉമറേ അങ്ങ് കണ്ടത് എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, ആ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ ഒരു സമയം പോലും അവർ നഷ്ടപ്പെടുത്തിയില്ല. യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ നിറഞ്ഞ അല്ലേ, ആ ഒരു മരുഭൂമിയിലെ മുഴുവൻ പ്രയാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന യുദ്ധക്കെടുതികളിൽ ആ സന്ദർഭത്തിൽ ഒന്നും മാറി നിൽക്കാതെ, അമാന്തിച്ചു നിൽക്കാതെ ആ രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട സ്വഹാബാക്കൾ, പടച്ച തമ്പുരാൻ അവരോടൊപ്പം നമുക്ക് നാളെ സ്വർഗ ലോകത്തിൽ ഇടം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു നിർബന്ധമായ അവസ്ഥയാണെന്ന് ബോധ്യപ്പെട്ട് അവന്റെ കാരുണ്യമില്ലാതെ സ്വർഗപ്രവേശനമില്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തിയതായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ഒഴിവ് സമയത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ പടച്ച തമ്പുരാൻ നൽകിയ സർവ്വ അനുഗ്രഹങ്ങളെയും അവന്റെ മാർഗത്തിലേക്ക് വഴിതിരിച്ചു വിടുവാനും
ഈ ദീനിന്റെ പ്രബോധനത്തിനും ഈ ദീനനുസരിച്ച് ജീവിക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കും. ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിച്ചാൽ വല്ലാഹി ലാ യുൽക്കില്ലാഹു ഹബീബഹു ഫിന്നാർ, പടച്ച തമ്പുരാനാണ് സത്യം. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന്റെ ഹബീബായിട്ടുള്ളവരെ, അവനെ സ്നേഹിക്കുന്നവരെ, അള്ളാഹുവിന്റെ ഇഷ്ടം തിരിച്ചു ലഭിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ എറിയുകയില്ല എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ബോധ്യപ്പെടുത്തിയ വല്ലാത്ത സന്തോഷത്തിന്റെ ഒരു വചനമാണ്. അതുകൊണ്ട് കുടുംബത്തിലും നമ്മുടെ കൂട്ടുകാരിലും നമ്മുടെ വീട്ടുകാരിലും നാട്ടുകാരിലുമൊക്കെ ആളുകളിൽ നിന്ന് ഇഷ്ടം സമ്പാദിക്കുവാൻ വേണ്ടി വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പടച്ച തമ്പുരാന്റെ യഥാർത്ഥ ഇഷ്ടവും സ്നേഹം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ, അവന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ഒരുമിച്ചിരിക്കുന്ന, അതുപോലെ തന്നെ അവന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്ന, സമയവും ആരോഗ്യവുമൊക്കെ ചിലവഴിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറുക. പടച്ച തമ്പുരാൻ ആ രൂപത്തിൽ മാറുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ ഉൾപ്പെടുവാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വർഗത്തിലേക്ക് ഒരുമിച്ചു പോകാം എന്ന വിഷയത്തിൽ സംസാരിച്ച പി.കെ. അംജദ് മദനിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. സമാപന ദിവസമായ ഇന്നത്തെ സെഷനുകളിൽ നമ്മോട് സംസാരിക്കുന്നത് ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, CP സലീം, അഹമ്മദ് അനസ് മൗലവി, ഫൈസൽ മുസ്ലിയാർ പുതുപ്പറമ്പ്, അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, താജുദ്ദീൻ അഹമ്മദ് സലാഹി, CM സാബിർ നവാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പ്രതിനിധികൾ എത്രയും വേഗം സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾ അവിടെ നിൽക്കേണ്ടതില്ല. എത്രയും വേഗം സദസ്സിലേക്ക് കയറിയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിലേക്ക് ഒരു ചെറിയ വിവരം കൈമാറുകയാണ്. ഫുഡിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഭക്ഷണ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണ വിതരണം ഒന്നുകൂടെ വേഗത്തിലാക്കേണ്ടതുണ്ട്. ഏതാനും പ്രതിനിധികൾ നേരത്തെ നമുക്ക് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എത്തിച്ചേർന്ന ഏതാനും പ്രതിനിധികൾ അവർക്കുള്ള ഫുഡ് കൂപ്പൺ ഡിസ്ട്രിബ്യൂഷൻ രജിസ്ട്രേഷൻ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കൂടി ഭക്ഷണം നൽകാൻ ഫുഡ് കമ്മിറ്റി ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ്. നേരത്തെ നൽകിയ കണക്കിൽ ഉൾപ്പെട്ട